കൊയ്ത്തുത്സവം എന്നത് വിളകളുടെയും ഭക്ഷണവസ്തുക്കളുടെയും ഭൗതിക സമൃദ്ധിയുടെയും ഉത്സവം മാത്രമല്ല, ഇത് ഈ പ്രപഞ്ചത്തിലെ വലിയൊരു സത്യത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും ധ്യാനിക്കുവാനും ജീവിതത്തിലൂടെ പ്രതിഫലിപ്പിക്കുവാനുമുള്ള വളരെ ശ്രേഷ്ഠവും വിശുദ്ധവുമായ ഒരാഘോഷമാണ്. നമുക്കുള്ളതെല്ലാം ദൈവം നമുക്ക് തന്നതാണെന്നും അതിനായി ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ നാം കടംപെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മെ ഓർമ്മിപ്പിക്കുവാനായിട്ടാണ് ഈ ദിനം ആചരിക്കപ്പെടുന്നത്. ഉപഭോക്തൃ സംസ്കാരവും മത്സര മനോഭാവവും അസംതൃപ്തിയും നിറഞ്ഞ ഒരു ലോക അന്തരീക്ഷത്തിൽ കൊയ്ത്തുത്സവാചരണം നന്ദി അർപ്പണത്തിൻ്റെ പ്രാധാന്യവും സംതൃപ്തിയും ദൈവത്തിലുള്ള ആശ്രയവും ഉൾക്കൊള്ളുവാനും പ്രാവർത്തികമാക്കുവാനും നമ്മെ സഹായിക്കുന്നു. ഈ കൊയ്ത്തുത്സവ ആചരണത്തിലൂടെ നാം ഉൾക്കൊള്ളേണ്ട സത്യങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിലെ ചില പാഠഭാഗങ്ങളെ ആസ്പദമാക്കി നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ ചിന്ത, നമുക്കുള്ളതെല്ലാം ദൈവത്തിൽ നിന്നാണ് ലഭിച്ചത്. നമുക്കുള്ളതെല്ലാം ദൈവത്തിൽ നിന്നാണ് ലഭിച്ചത്. 1 ദിനവൃത്താന്തം 29 അധ്യായം 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദ് രാജാവ് ദേവാലയ നിർമ്മാണ ആവശ്യങ്ങൾക്കായി ഔദാര്യദാനങ്ങൾ കൊണ്ടുവരുവാൻ ആവശ്യപ്പെടുകയും ജനങ്ങളത് കൊണ്ടുവരികയും ചെയ്യുന്നു. എല്ലാവരും സ്വമനസ്സോടുകൂടിയാണ് ഔദാര്യദാനങ്ങൾ നൽകിയത്. എന്നാൽ ദാവീദ് രാജാവ് അവരുടെ ഔദാര്യ മനസ്കതയെ പ്രശംസിക്കുന്നതിന് പകരം ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു: സകലവും ദൈവത്തിൽ നിന്നാണ് വരുന്നത്, ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ദൈവത്തിന് കൊടുക്കുന്നതേയുള്ളൂ. ഇതാണ് യഥാർത്ഥത്തിൽ കൊയ്ത്തുത്സവത്തിൻ്റെ ദൈവശാസ്ത്രം. നമ്മുടെ കൃഷിസ്ഥലങ്ങൾ, മഴ, ആരോഗ്യം, ശക്തി, കഴിവുകൾ, അവസരങ്ങൾ, സമ്പത്ത്, കൊയ്ത്തുത്സവ വസ്തുക്കൾ, ശമ്പളം, പെൻഷൻ, ബിസിനസ്സിലുള്ള വിജയം, ഇവയെല്ലാം ദൈവം നമുക്ക് നൽകിയതാണ്. സത്യത്തിൽ നമ്മുടേതെന്ന് പറയുവാൻ ഒന്നുമില്ല. നാം ദൈവത്തിൻ്റെ കാര്യ വിചാരകർ മാത്രമാണ്, ഉടമകളല്ല. ഈ വേദഭാഗത്തിലൂടെ ദാവീദ് ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: ദൈവമാണ് സകല സമ്പത്തിൻ്റെയും ഉടയവൻ. ദൈവകൃപയില്ലാതെ ഒരു നേട്ടവും മനുഷ്യജീവിതത്തിൽ സാധ്യമല്ല. ഈ സത്യത്തെ, യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മുടെ കൊയ്ത്തുത്സവാചരണം അർത്ഥവത്താകുന്നത്. ഇവിടെ അഹന്തയുടെയും സ്വാർത്ഥതയുടെയും സ്ഥാനത്ത് കൃതജ്ഞതാ മനോഭാവമുള്ളവരായി നാം മാറണം. ഒരു കൃഷിക്കാരന് ഉഴാനും വിതയ്ക്കാനും വെള്ളം നനയ്ക്കാനും മാത്രമേ കഴിയുള്ളൂ. മഴ പെയ്യിക്കുന്നതും സൂര്യപ്രകാശം നൽകുന്നതും മണ്ണിലെ സൂക്ഷ്മജീവികളെയും മറ്റ് അനുകൂല സാഹചര്യങ്ങളുമെല്ലാം സൃഷ്ടിക്കുന്നതും സസ്യത്തെയും ഫലവൃക്ഷങ്ങളെയും വളരുമാറാക്കുന്നതും ഫലം പുറപ്പെടുവിക്കുന്നതുമെല്ലാം ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. ഓരോ കൊയ്ത്തും ദൈവമായിട്ടുള്ള പങ്കാളിത്തത്തോടു കൂടിയ പ്രവർത്തനങ്ങളിലൂടെയാണ് സാധ്യമാകുന്നത്. മനുഷ്യൻ്റെ അധ്വാനത്തെയും പരിശ്രമത്തെയും സഫലമാക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് ദൈവം നൽകിയിൽ നിന്നുമാണ് ദൈവത്തിന് കൊടുക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടി കൊയ്ത്തുത്സവം ആചരിക്കുവാൻ നമുക്ക് കഴിയണം. രണ്ടാമത്തെ ചിന്ത, ശരിയായ സമ്പാദ്യം കൂട്ടിവയ്ക്കലിലൂടെയല്ല, സംതൃപ്തിയിലൂടെയാണ് ലഭ്യമാകുന്നത്. ശരിയായ സമ്പാദ്യം കൂട്ടിവയ്ക്കലിലൂടെയല്ല, സംതൃപ്തിയിലൂടെയാണ് ലഭ്യമാകുന്നത്. 1 തിമോഥെയോസ് 6 അധ്യായം 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ ശ്രേഷ്ഠമായ ഒരു സന്ദേശം നൽകിത്തരുന്നു. സംതൃപ്തിയോട് കൂടിയ ദൈവഭക്തിയാണ് ശ്രേഷ്ഠമായത്. കൂടുതൽ ധനമുണ്ടാകുന്നത് കൊണ്ട് കൂടുതൽ സമാധാനം ലഭിക്കുന്നില്ല. അനവധി സമ്പാദ്യങ്ങൾ കൂടുതൽ സന്തോഷം നൽകിത്തരുന്നില്ല. പൗലോസ് ചില മുന്നറിയിപ്പുകളും ഇവിടെ നൽകുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് കാക്ഷിച്ചിട്ട് ചിലർ വിശ്വാസം വിട്ടുടർന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. 1 തിമോഥെയോസ് 6 അധ്യായം 10 വാക്യം. പണത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമ്മുടെ വിശ്വാസം, കുടുംബ ബന്ധങ്ങൾ, മൂല്യബോധം എന്നിവ നഷ്ടമാകുന്നു. ഈ കൊയ്ത്തുത്സവ ദിനത്തിൽ നാം നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: നമുക്കുള്ളതിനെല്ലാം നാം ദൈവത്തോട് നന്ദിയുള്ളവരാണോ? അതോ മറ്റുള്ളവരുമായി നമ്മെ താരതമ്യപ്പെടുത്തുകയും പരാതി പറയുകയും കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണോ? സംതൃപ്തി എന്നതിന് നമ്മുടെ സമ്പത്തും ധനവുമായി യാതൊരു ബന്ധവുമില്ല. അത്യാഗ്രഹത്തിൽ നിന്ന് മോചനം നേടുമ്പോഴാണ് സംതൃപ്തി ഉണ്ടാകുന്നത്. ഇന്ന് പലരുടെയും വീടുകളിൽ നിറഞ്ഞ സമ്പാദ്യമുണ്ട്, പക്ഷെ ശൂന്യമായ ഹൃദയങ്ങളാണ് ഉള്ളത്. കൊയ്ത്തിന് സന്തോഷം യാഥാർത്ഥ്യമാകുന്നത് നിറഞ്ഞ
സംഭരണശാലകളിലല്ല, ആന്തരിക സന്തോഷവും ദൈവത്തിലുള്ള ആശ്രയവും യാഥാർത്ഥ്യമാകുമ്പോഴാണ്. ഇപ്രകാരം താൽക്കാലിക സുഖഭോഗങ്ങളിലും നേട്ടങ്ങളിലും ആശ്രയിക്കാതെ ദൈവിക മൂല്യങ്ങളെ ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മുടെ കൊയ്ത്തുത്സവാചരണം അർത്ഥവത്താകുന്നത്. മൂന്നാമത്തെ ചിന്ത, ജീവൻ്റെ അപ്പമാകുന്ന ക്രിസ്തുവിൽ ആശ്രയിക്കുക. ജീവൻ്റെ അപ്പമാകുന്ന ക്രിസ്തുവിൽ ആശ്രയിക്കുക. യോഹന്നാൻ 6-ാം അധ്യായം 26 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യനെ സംതൃപ്തിയിലേക്ക് നയിക്കുന്ന ക്രിസ്തുവാകുന്ന അപ്പത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാരെയും അതിലധികം വരുന്ന സ്ത്രീകളെയും കുട്ടികളെയും പോഷിപ്പിന് ശേഷം കൂടുതൽ ആളുകൾ യേശുവിനെ പിന്തുടരുന്നു. എന്നാൽ അത് വിശ്വാസത്തോടു കൂടിയ പ്രവർത്തനം ആയിരുന്നില്ല. ഭക്ഷണത്തിനും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയായിരുന്നു. യേശു അവരുടെ ഉദ്ദേശത്തെ തുറന്നു കാട്ടുന്നു. നിങ്ങളുടെ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് അത്രേ എന്നെ അന്വേഷിക്കുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. അതിനുശേഷം യേശു ആഴത്തിലുള്ളൊരു സത്യം വെളിപ്പെടുത്തുന്നു. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നതിന് ഒരു നാളും ദാഹിക്കുകയുമില്ല. ഇവിടെ ഭൗതിക സമ്പത്തും ആത്മീയ സമ്പത്തും തമ്മിലുള്ള വ്യത്യാസത്തെ യേശു വ്യക്തമാക്കുന്നു. ഭൗതിക ആഹാരം ശരീരത്തെ താൽക്കാലികമായി നിലനിർത്തുന്നു. എന്നാൽ ആത്മീയ ആഹാരം ആത്മാവിനെ നിത്യത്തിലേക്ക് നയിക്കുന്നു. കൊയ്ത്തുത്സവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാർഷിക വിളകളും ഭൗതിക സമൃദ്ധിയും നമ്മുടെ വയറിനെ നിറച്ചേക്കാം. എന്നാൽ ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിലെ ശൂന്യതയെയും ഭയത്തെയും ഉത്കണ്ഠകളെയും ഇല്ലാതാക്കി ആന്തരിക സന്തോഷവും സമാധാനവും നൽകുവാൻ കഴിയും. ജീവിതത്തിൽ എന്തെല്ലാം നേട്ടങ്ങളുണ്ടായാലും ആളുകൾ നാളെയെക്കുറിച്ച് വിചാരപ്പെടുന്നത് ഒരിക്കലും നിർത്തുന്നില്ല. പക്ഷേ ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ദൈവസാന്നിധ്യവും സുരക്ഷിതത്വ ബോധവും അനുഭവിക്കുന്നു. നമ്മുടെ കൊയ്ത്തുത്സവാചരണം ആന്തരിക സന്തോഷവും സമാധാനവും അനുഭവിക്കുവാനുള്ള മുഖാന്തരമാകണം. ഇപ്രകാരം കൊയ്ത്തുത്സവം ആചരിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ദൈവമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി തരുന്നതെന്ന് തിരിച്ചറിയുക. അത്യാഗ്രഹം ഒഴിവാക്കി സംതൃപ്തിയുള്ള ജീവിതം നയിക്കുക. ജീവൻ്റെ അപ്പമാകുന്ന യേശുക്രിസ്തുവിൽ പരിപൂർണമായി ആശ്രയിക്കുക. നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അതിന് മറുപടിയായി നാം നൽകേണ്ടത് ദൈവത്തിനുള്ള നന്ദി അർപ്പണമാണ്. ഇപ്രകാരം മാതൃകാപരമായ ഒരു ജീവിതത്തിനുടമയാകുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ സമ്പാദ്യങ്ങൾ ഒരു കലവറയിൽ മാത്രം ഒതുക്കാതെ ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനും ഔദാര്യ ദാനങ്ങൾക്കായും വിനിയോഗിക്കുകയും ദൈവത്തോട് വിശ്വസ്തത ആചരിക്കുകയും ചെയ്യണം. ഇങ്ങനെ നമ്മുടെ കൊയ്ത്തുത്സവ ആചരണം അർത്ഥവത്തായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.